പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് അവതരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ പാഠഭാഗമായ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോ ഈ പാഠഭാഗത്തിന്റെ ഹെഡ്ലൈനിലേക്ക് നോക്കുമ്പോൾ രണ്ട് വാക്കുകളാണ് അതിലുള്ളത്. ഒന്നാമത്തത് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന വാക്ക്, രണ്ടാമത്തത് ലൈറ്റ് എന്ന് പറയുന്ന വാക്കാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റിഫ്രാക്ഷൻ എന്താണ് എന്നാണ് ഈ പാഠഭാഗത്തിലുടനീളമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പോ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റിന്റെ ഒരു പ്രത്യേകതയാണെന്ന് നമുക്ക് ഈ പാഠഭാഗത്തിന്റെ ഹെഡ്ലൈൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോ ഇനി റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിലേക്കുള്ള സൂചനകളാണ് അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. അപ്പോ റിഫ്രാക്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴായിട്ട് അനുഭവമുള്ളതായിരിക്കും. പക്ഷെ ഈ പാഠഭാഗത്തിലൂടെ അതിന്റെ കാരണം എന്താണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ റിഫ്രാക്ഷന്റെ ഉദാഹരണങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന പല കാര്യങ്ങളും റിഫ്രാക്ഷന്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമ്മൾ കാണുന്ന മഴവില്ല് റിഫ്രാക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. നമുക്കൊക്കെ പരിചയം ഉണ്ടാകും. ലാബിലൊക്കെ പോകുമ്പോൾ ഈ പ്രിസത്തിന്റെ അകത്തൂടെ ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ആ ലൈറ്റ് 7 വിഭാഗം ലൈറ്റുകളായിട്ട് തിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതും ഈ പറയപ്പെടുന്ന റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രത്യേകതയുടെ ഭാഗമാണ്. അങ്ങനെ പല 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 ഉദാഹരണങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണങ്ങളിലൂടെ പോകുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ പേജിൽ ആദ്യത്തെ ഭാഗത്ത് തന്നെ തന്നിരിക്കുന്നത് ഒരു ദൃശ്യമാണ്. ഒരു കാറിൽ ഒരു അമ്മയും മകളും കൂടെ യാത്ര ചെയ്യുന്നു. മകൾ അമ്മയോട് പറയുന്നു, റോഡിൽ നിറയെ വെള്ളമാണല്ലോ, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വാഹനം ഓടിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നു, വേനൽക്കാലമാണ്, ഇപ്പോൾ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന്. അപ്പോ എന്തുകൊണ്ടാണ് ഈ പൊരി വെയിലത്തും റോഡിൽ വെള്ളമുള്ളതായിട്ട് ആ കുട്ടിക്ക് തോന്നാൻ കാര്യം? ആ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന പ്രതിഭാസം എങ്ങനെയാണ് ഇവിടെ രൂപപ്പെട്ടത് എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പറയാൻ വേണ്ടി പോകുന്നത്. കുറച്ചുകൂടി ലളിതമായ ഒരു ഉദാഹരണമാണ് അടുത്ത പേജിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു. ആ വെള്ളത്തിലേക്ക് ഒരു സ്ട്രോ ഇറക്കി വെച്ചിരിക്കുന്നു. അപ്പോ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, വെള്ളവുമായി സ്പർശിക്കാത്ത ഭാഗത്ത് സ്ട്രോ വളരെ നേരെ പോകുന്നത് കാണാം. പിന്നെ വെള്ളത്തിലേക്ക് സ്പർശിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ സ്ട്രോ ചെറുതായിട്ട് വളഞ്ഞതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതായത് എയറിലൂടെ നോക്കുമ്പോൾ സ്ട്രോ നേരെയാണ് കാണപ്പെടുന്നത്, എന്നാൽ വാട്ടറിലൂടെ നോക്കുമ്പോൾ സ്ട്രോ വളഞ്ഞതായിട്ട് കാണപ്പെടുന്നു. അതായത് രണ്ട് മീഡിയത്തിലൂടെ ഈ സ്ട്രോ കടന്നു പോകുന്നുണ്ട്. ഒന്നാമത് എയറിലൂടെ കടന്നു പോകുന്നു, രണ്ടാമതായിട്ട് വാട്ടറിലൂടെ കടന്നു പോകുന്നു. എയറിലൂടെ കടന്നു പോകുന്ന സ്ട്രോക്ക് വളവുകളൊന്നുമില്ല. എന്നാൽ എയറിൽ നിന്ന് സ്ട്രോ വെള്ളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്ട്രോക്ക് ചെറിയ ഒരു വളവ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള രഹസ്യവും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന പ്രതിഭാസമാണ്. അത് എന്താണ് എന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷനുകൾ നൽകുമ്പോൾ നമുക്ക് മനസ്സിലാകും. മറ്റൊരു ഉദാഹരണം നമുക്ക് നിത്യജീവിതത്തിൽ എപ്പോഴും അനുഭവമുള്ള ഒരു ഉദാഹരണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഈ അക്വേറിയം ഫിഷുകളാണ്. അതായത് ബെറ്റാ ഫിഷ് അല്ലെങ്കിൽ ഫൈറ്റർ ഫിഷ് എന്നൊക്കെ പറയുന്ന ഫിഷുകളെ വളർത്തുന്ന ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ കണ്ടെയ്നറുകളുടെ ഉള്ളിലൂടെ നമ്മൾ ആ മത്സ്യത്തെ നോക്കുമ്പോൾ അത് വലിയ മത്സ്യമായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ആ മത്സ്യത്തെ നോക്കുമ്പോൾ വളരെ ചെറിയ മത്സ്യമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ചെറിയ ഒരു മത്സ്യത്തെ വെള്ളത്തിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നുന്നത്? അപ്പോൾ അതിന്റെ പിന്നിലുള്ള രഹസ്യവും ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന പ്രതിഭാസമാണ്. അപ്പോൾ ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന പ്രതിഭാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ 2-3 എക്സ്പെരിമെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആ എക്സ്പെരിമെന്റുകളിലേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നിരിക്കുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു അക്വേറിയത്തിൽ കുറച്ച് വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു. ആ വെള്ളത്തിലേക്ക് ഒരു ലേസർ ടോർച്ച് വെച്ച് ലൈറ്റ് അടിക്കുക. ആ ലൈറ്റ് അടിക്കുന്നതിന് പ്രത്യേകത ചെരിച്ചുകൊണ്ടാണ് ലൈറ്റ് അടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ലൈറ്റ് പോകുന്ന സഞ്ചാര പാത നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ലൈറ്റ് ചെരിഞ്ഞാണ് ആ ലൈറ്റ് പോകുന്നത്, നേരെയല്ല ലൈറ്റ് പോകുന്നത്. അങ്ങനെ ആ ചെരിഞ്ഞു പതിക്കുന്ന ലൈറ്റ് വെള്ളത്തിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ പാതയിൽ ചെറിയ ഒരു ഡീവിയേഷൻ വന്ന് വളഞ്ഞാണ് ആ ലൈറ്റ് പോകുന്നത്. അപ്പം ഒരു ലൈറ്റിനെ വെള്ളത്തിലേക്ക് ചെരിച്ചടിക്കുമ്പോൾ വെള്ളത്തിന്റെ പ്രതലത്തിൽ തട്ടുന്ന ആ സ്ഥലം മുതൽ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ചെരിഞ്ഞ് സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്തായിരിക്കും? അവിടെ ലൈറ്റ് തുടങ്ങുന്നത് എയറിലൂടെയാണ് ലൈറ്റ് വരുന്നത്. ശേഷം ലൈറ്റ് ഒരു പോയിന്റ് എത്തുന്നു, വെള്ളത്തിലേക്ക് കടക്കുന്ന പോയിന്റ്. ആ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ പറയാം സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയാം. അവിടെ വെച്ച് ലൈറ്റിന് ചെറിയൊരു ഡീവിയേഷൻ സംഭവിച്ച് ചെറുതായിട്ടൊന്ന് വളഞ്ഞാണ് ലൈറ്റ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ ലൈറ്റ് ചെരിഞ്ഞു പോകാനുള്ള കാരണം? ഇനി അടുത്തൊരു എക്സ്പെരിമെന്റ് കൂടി ചെയ്യുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി വ്യക്തമാകും. ഇതേ എക്സ്പെരിമെന്റ് തന്നെ അതേ അക്വേറിയത്തിൽ അതേപോലെ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ ലൈറ്റ് നമ്മൾ നേരെ അടിക്കുകയാണ്, സ്ട്രൈറ്റ് ആയിട്ട് ലൈറ്റിനെ അതിലേക്ക് അടിക്കുന്നു.
അപ്പോ അവിടെ വരുമ്പോൾ ലൈറ്റിന് കാര്യമായ വ്യതിയാനം ഒന്നും സംഭവിക്കുന്നില്ല. എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് പ്രവേശിക്കുന്നു, ലൈറ്റ് നേരെ തന്നെ കടന്നു പോകുന്നു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മൂന്നാമതൊരു എക്സ്പെരിമെന്റ് കൂടി നമുക്ക് ചെയ്യുമ്പോൾ 3 തത്വങ്ങൾ കിട്ടും. ലൈറ്റിനെ നേരെ എയറിലൂടെ മാത്രം അടിച്ചു നോക്കുക. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ലൈറ്റ് സഞ്ചരിക്കുന്ന രീതി എന്ന് പറയുന്നത്. ലേസർ ലൈറ്റ് ആണെങ്കിൽ നേരെ തന്നെയായിരിക്കും സഞ്ചരിക്കുക. അപ്പൊ 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടുക. ആദ്യമായിട്ട് ഒരു മീഡിയത്തിൽ, ഒറ്റ മീഡിയത്തിലൂടെ, എയർ ആണെങ്കിൽ എയറിലൂടെ മാത്രം ഒരു ലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് വളരെ സ്ട്രൈറ്റ് ആയിരിക്കും. ഒരു തരത്തിലുള്ള വ്യതിയാനവും അതിൽ സംഭവിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ നമ്മൾ നോക്കിയത് ലൈറ്റിനെ ചെരിച്ചുകൊണ്ട് എയറിൽ നിന്ന് വാട്ടറിലേക്ക് അടിക്കാണ്. 3 കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. ലൈറ്റിനെ ചെരിച്ചാണ് അടിക്കുന്നത്, എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് ലൈറ്റ് പ്രവേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് പ്രവേശിക്കുന്ന ആ കൃത്യമായ പോയിന്റ് പറയുന്ന പേര് സർഫസ് ഓഫ് സെപ്പറേഷൻ എന്നാണ്. ആ സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ലൈറ്റിന് ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലൈറ്റ് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ വേറൊരു റൂട്ടിലൂടെ വളഞ്ഞു സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അതേ ലൈറ്റിനെ നമ്മൾ നേരെ അടിക്കുകയാണ്, നേരെ എയറിൽ നിന്ന് വാട്ടറിലേക്ക് അടിക്കുന്നു. അതായത് എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്ന് വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് ലൈറ്റ് സ്ട്രൈറ്റ് ആയിട്ട് പ്രവേശിക്കുമ്പോൾ ലൈറ്റിന് ഒരു തരത്തിലുള്ള വ്യതിയാനവും സംഭവിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 എക്സ്പെരിമെന്റുകളിൽ നമുക്ക് 3 കാര്യങ്ങൾ കിട്ടി. ഒന്നാമത്തെ എക്സ്പെരിമെന്റ്, ഒരു സിംഗിൾ മീഡിയത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ലൈറ്റിന്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രൈറ്റ് തന്നെയായിരിക്കും. ഒരു തരത്തിലുള്ള വ്യതിയാനവും അതിലുണ്ടാവില്ല. ഇനി ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ, ചെരിഞ്ഞ് പ്രവേശിക്കും ഒബ്ലിക്വലി എന്നാണ്, ചെരിയുക എന്നുള്ളതിന് പറയാം, ഒബ്ലിക്വലി എൻ്റർ ചെയ്യുക എന്നാണ് പറയാം. അപ്പോ ഒബ്ലിക്വലി എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ലൈറ്റിന് ചെറിയ ഒരു ഡീവിയേഷൻ സംഭവിക്കും. എവിടെ മുതൽ? ആ സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്ന പോയിന്റ് മുതൽ. അതായത് എയറിന്റെ മീഡിയത്തിൽ നിന്ന് വാട്ടറിന്റെ മീഡിയത്തിലേക്ക് കടക്കുന്ന സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്ന പോയിന്റ് മുതൽ ലൈറ്റ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഇനി അതേ ലൈറ്റിനെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടാണ് പ്രവേശിപ്പിക്കുന്നതെങ്കിൽ, അതായത് എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് സ്ട്രൈറ്റ് ആയിട്ട് കടന്നു പോവുകയാണെങ്കിൽ അവിടെ ലൈറ്റിന് യാതൊരു തരത്തിലുള്ള വ്യതിയാനവും സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഇല്ല. ഓക്കെ, അപ്പം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ചെരിഞ്ഞ് പ്രവേശിക്കുന്നത് ഒബ്ലിക്വലി എന്നാണ് പറയാ ഇംഗ്ലീഷിൽ. അപ്പം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ഒബ്ലിക്വലി പ്രവേശിക്കുമ്പോൾ ലൈറ്റിന് ആ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച് ലൈറ്റിന് ഒരു ഡീവിയേഷൻ സംഭവിക്കും. ഈ ഡീവിയേഷനെ കുറിച്ചാണ് നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു സിംഗിൾ മീഡിയത്തിലൂടെ ലൈറ്റ് പോവുകയാണെങ്കിൽ അവിടെ ഡീവിയേഷൻ വരുന്നില്ല. ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് പ്രവേശിക്കുകയാണെങ്കിലും അവിടെ ഡീവിയേഷൻ വരുന്നില്ല. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ഒബ്ലിക്വലി അല്ലെങ്കിൽ ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ ആ ലൈറ്റിന് സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച് ഒരു ഡീവിയേഷൻ സംഭവിക്കും. ആ ഡീവിയേഷനെയാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എല്ലാ പ്രതിഭാസങ്ങളും അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കൂടുതൽ വിവരണങ്ങൾ നൽകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇനി ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു ദൃശ്യം കൊടുത്തിട്ടുണ്ട്. ഇത് ലൈറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാധാരണപ്പെട്ട സർഫസുകളുടെ കാര്യത്തിലും ഇങ്ങനെ ഒരു ഡീവിയേഷൻ ഉണ്ടാവും എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. എന്നിരുന്നാൽ തന്നെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടോയ് കാറ് ഓടിക്കുന്ന ദൃശ്യമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 2 സർഫസുകൾ വെച്ചിരിക്കുന്നു. ഒരു സ്മൂത്ത് ആയ സർഫസും അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു റഫായ സർഫസും. സ്മൂത്ത് ആയ സർഫസ് പറഞ്ഞാൽ മിനുസമുള്ള ഒരു സർഫസും റഫായ സർഫസ് മിനുസം ഇല്ലാത്ത ഒരു സർഫസും തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് ആ സ്മൂത്ത് ആയ സർഫസിൽ നിന്ന് റഫായ സർഫസിലേക്ക് ടോയ് കാറിനെ എന്ത് ചെയ്യുന്നു? തള്ളിവിടുന്നു. അങ്ങനെ ടോയ് കാറ് സ്മൂത്ത് ആയ സർഫസിലൂടെ ചെരിഞ്ഞ് കടന്നു വരികയാണ്. അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കടന്നു വരുന്ന ആ ടോയ് കാറ് റഫ് സർഫസിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു ഡീവിയേഷന് വിധേയമായിട്ടായിരിക്കും പോവുക. അതായത് സ്മൂത്ത് സർഫസിൽ നിന്ന് റഫ് സർഫസിലേക്ക് കടക്കുമ്പോൾ ടോയ് കാറിന്റെ സ്പീഡിന് ചെറിയ ഡീവിയേഷൻ സംഭവിക്കുന്നത്. സംഭവം എങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സ്മൂത്ത് ആയ സർഫസിലൂടെ സ്പീഡായിട്ട് കാറിന് പോകാൻ പറ്റും. അപ്പോ നേരെ തന്നെ പോകും. എന്നാൽ റഫായ സർഫസിലേക്ക് കടക്കുമ്പോൾ കാറിന് കുറച്ച് സ്പീഡ് കുറയും. അപ്പൊ അത് വളഞ്ഞ് സഞ്ചരിക്കും എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ലൈറ്റിന്റെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു മീഡിയത്തിലൂടെ ലൈറ്റിന് സ്പീഡായിട്ട് കടന്നു പോകാൻ പറ്റും, മറ്റേ മീഡിയത്തിലൂടെ ലൈറ്റിന് അത്രയ്ക്ക് സ്പീഡായിട്ട് കടന്നു പോകാൻ പറ്റില്ല. അപ്പൊ ലൈറ്റ് ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും എന്നുള്ളതാണ്. അപ്പോ ഓരോ വസ്തുക്കളിലൂടെയുമുള്ള ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ആ സ്പീഡിനനുസരിച്ചാണ് അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നത് എന്ന് കൂടെ നമുക്ക് മനസ്സിലായി. അപ്പോ ഇനി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഓരോ വസ്തുക്കളെ കൊടുത്തിട്ടുണ്ട്. ആ വസ്തുക്കളിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പം ആ കോളത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് എയർ ആണ്.
എയർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ വാട്ടറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് കുറച്ചുകൂടി കുറവാണ്. അത് 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ കുറച്ചുകൂടി കുറവാണ് ഗ്ലാസിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ്. 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത. ഇനി കുറച്ചുകൂടി കുറവാണ് ഡയമണ്ടിലൂടെ 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോ ഓരോ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഏറ്റവും സ്പീഡ് ഉള്ളത് പിന്നെ എയറിലൂടെ ആയിരിക്കും. കുറച്ചുകൂടി സ്പീഡ് കുറവാണ് വാട്ടറിലൂടെ, അതിനെക്കാട്ടും കുറച്ചുകൂടി കുറവാണ് ഗ്ലാസിലൂടെ, അതിനെക്കാട്ടിലും കുറവാണ് ഡയമണ്ടിലൂടെ. അപ്പോ ഓരോ മീഡിയങ്ങൾ മാറുന്നതിനനുസരിച്ച് ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഏറ്റവും സ്പീഡുള്ളത് കൂടെ നന്നായിട്ട് സ്പീഡ് സഞ്ചരിക്കും. അവിടുന്ന് ഇനി അടുത്തൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ലൈറ്റിന് ചെറിയൊരു ഡീവിയേഷൻ വരും എന്നുള്ളതാണ്. അപ്പോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു തത്വം തന്നിട്ടുണ്ട്. ഇവിടെ ഓരോ മീഡിയത്തിനും ലൈറ്റിനെ കടത്തിവിടാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. സ്പീഡ് കുറയുന്നത് എന്തുകൊണ്ടാണ്? ആ മീഡിയം ആ ലൈറ്റിൽ ചെറിയ ഇൻഫ്ലുവൻസുകൾ നടത്തുന്നതുകൊണ്ടാണ് ലൈറ്റിന് എന്ത് ചെയ്യുന്നത്, സ്പീഡ് കുറഞ്ഞു പോകുന്നത്. അപ്പം ലൈറ്റിൽ ഇൻഫ്ലുവൻസ് നടത്താനുള്ള ആ മീഡിയത്തിന്റെ പ്രത്യേകതയെ നമുക്ക് എന്ത് പറയാം? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയാം. അതായത് ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദി മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതായത് ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആ മീഡിയത്തിന്റെ കഴിവിനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഇതൊന്നുകൂടി നോക്കാം. ദ എബിലിറ്റി ഓഫ് എ മീഡിയം, ഒരു മീഡിയത്തിന്റെ കഴിവ്, ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദി മീഡിയം, ആ മീഡിയത്തിൽ കൂടി കടന്നു പോകുന്ന ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആ മീഡിയത്തിന്റെ കഴിവ് ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതിനെയാണ് അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു മീഡിയത്തിലൂടെയാണോ ലൈറ്റ് കടന്നു പോകുന്നത് ആ ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ലൈറ്റിന്റെ കഴിവിനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. റിഫ്രാക്ഷൻ എന്താണ് എന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് നൽകുക. അപ്പോ ബുക്കിന്റെ അടുത്ത ഭാഗത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നൽകുകയാണ് എന്താണ് റിഫ്രാക്ഷൻ എന്ന്. അതായത് നമുക്ക് അതേ കാര്യത്തിൽ തന്നെ ഒരു എക്സ്പെരിമെന്റിലൂടെ ടെക്സ്റ്റ് ബുക്ക് നൽകുന്നു എന്ന് മാത്രം. അതായത് ഒരു ഗ്ലാസ്, സാധാരണപ്പെട്ട ഒരു ഗ്ലാസ് തന്നിരിക്കുന്നു, ആ ഗ്ലാസ്സിൽ ഒരു സ്ട്രോ ഇറക്കി വെച്ചിരിക്കുന്നു. അവിടെ ഒന്നുമില്ല, കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി അതേ ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുമ്പോൾ ആ ഗ്ലാസ്സിലൂടെ നമ്മൾ നോക്കുമ്പോൾ ലൈറ്റിന് സ്ട്രോ ചെറുതായിട്ടൊന്ന് വളഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി. സ്ട്രോ കടന്നു പോയിരിക്കുന്ന രണ്ട് മീഡിയങ്ങളിലൂടെയാണ്. ഒന്ന് എയറിലൂടെ, അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്, കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് അതിലൂടെ സ്പീഡ് കൂടുതലായിട്ട് ലൈറ്റിന് കടന്നു പോകാൻ പറ്റുന്നത്. എന്നാൽ വാട്ടറിൽ എന്താണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അതിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് കുറച്ചുകൂടി കുറവാണ്. അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ എയറിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ വാട്ടറിലേക്ക് ലൈറ്റ് പ്രവേശിക്കുന്ന ദൃശ്യമാണ് ഇവിടെ ഉള്ളത് എന്നർത്ഥം. ഓക്കെ, അപ്പം ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യസ്തമായ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ഒരു വസ്തു പ്രവേശിക്കുമ്പോൾ, ലൈറ്റ് പ്രവേശിക്കുമ്പോൾ ആ ലൈറ്റിന് ചെറിയ ഒരു ഡീവിയേഷൻ സംഭവിക്കും. ആ ഡീവിയേഷനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ റിഫ്രാക്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യസ്തമായ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോൾ ആ ലൈറ്റിന് ചെറിയ ഒരു ഡീവിയേഷൻ സംഭവിക്കും. ആ ഡീവിയേഷനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഭാഗത്ത്. അപ്പോൾ അടുത്ത ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു തത്വത്തെയാണ്. അപ്പോൾ ഓരോ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് വ്യത്യസ്തമായത് കൊണ്ടാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് ഇനി അടുത്ത കോളത്തിൽ പറയുന്നത്. അതായത് എയറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, പിന്നെ ഇനി ഓരോ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡുമായിട്ട് ആ എയറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡിനെ താരതമ്യം ചെയ്യുക, അതിന്റെ റേഷ്യോ എത്രയാണ് എന്ന് നോക്കുക. അതിനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എയറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡുമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയം സെലക്ട് ചെയ്താൽ ആ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡിനെ താരതമ്യം ചെയ്യാം. ഉദാഹരണത്തിന് വെള്ളത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡിനെ എന്തുമായിട്ട് താരതമ്യം ചെയ്യാം? എയറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡുമായിട്ട് താരതമ്യം ചെയ്യുക. അപ്പൊ അവിടെ ഒരു റേഷ്യോ ഉണ്ടാവുമല്ലോ, ഒരു റേഷ്യോ. ആ റേഷ്യോയെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയാ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്തുക എന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്
ഇൻ വാക്വം, അതായത് എയറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, മീഡിയത്തിലൂടെ ലൈറ്റിന്റെ സ്പീഡുമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടറിലൂടെയുള്ള ലൈറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണണമെന്ന് വിചാരിച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു ആദ്യം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ എന്ന് വരും. അപ്പൊ അതിന് ഒന്നുകൂടി നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ വരും. ആദ്യമായിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം അതിനെ മുകളിൽ എഴുതുന്നു. പിന്നെ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ എന്താണ് 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഈ 10⁸ മുകളിലത്തെ 10⁸ നമ്മൾ വെട്ടിപ്പോകും. ശേഷമുള്ളത് എന്താണ്, പിന്നെ 3/2.25 എന്നായിരിക്കും വരിക. അപ്പൊ അതാണ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആക്കിയിട്ട് നമുക്ക് ഇതിനെ മാറ്റാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ സൂചിപ്പിക്കുന്ന അക്ഷരം n എന്നാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് c എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് v എന്ന് പറയുന്ന അക്ഷരത്തെ ഉപയോഗിച്ചാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, n ഈസ് ഈക്വൽ ടു c/v. പിന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം നമുക്കറിയാം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് നേരത്തെ തന്ന ആ കോളം ഉണ്ടല്ലോ, അതായത് ഓരോ മീഡിയത്തിലൂടെയുമുള്ള ലൈറ്റിന്റെ സ്പീഡിനെ പരാമർശിക്കുന്ന ആ കോളം, അത് കാണാതെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ആണ് എന്ന് കൂടി ഓർക്കുക. അപ്പൊ ഏത് ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം തന്നിരിക്കുന്നു, ഒരു ചോദ്യമായിട്ടാണ് തന്നിട്ടുള്ളത്. ആ കോളത്തിൽ ആദ്യമായിട്ട് തന്നിരിക്കുന്നത് 3 മീഡിയത്തിന്റെ പേരുകളാണ്. ഒന്ന് എയർ, മറ്റൊന്ന് ഗ്ലാസ്, മറ്റൊന്ന് വാട്ടർ. ഇങ്ങനെ 3 മീഡിയത്തിന്റെ പേരുകൾ നമുക്ക് തന്നിരിക്കുന്നു. തൊട്ടടുത്ത കോളത്തിൽ ആ മീഡിയങ്ങളിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, അതിന്റെ ബ്രാക്കറ്റിൽ v എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം v ആണെന്ന് നമുക്കറിയാം. ആ v കൊടുത്തിട്ടുണ്ട്. ശേഷം താഴെയായിട്ട് എയറിന്റെ നേരെ കൊടുത്തിരിക്കുന്നു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിന്റെ നേരെ കൊടുത്തിരിക്കുന്നു 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വാട്ടറിന്റെ നേരെ കൊടുത്തിരിക്കുന്നു 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തായിട്ട് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്തണം. അതിനു വേണ്ടി എന്താ വേണ്ടത്, ആദ്യം സ്പീഡ് ഓഫ് ലൈറ്റ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം അല്ലേ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ആദ്യമായിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്, ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്നല്ലേ. ഇവിടുത്തെ മീഡിയം നമുക്ക് എയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അപ്പം ആദ്യമായിട്ട് ഈ 10⁸ 10⁸ വെട്ടിപ്പോകും. പിന്നെ താഴെ പിന്നുള്ളത് എന്താണ്, 3 ആണ്, 3 വെട്ടിപ്പോകും. അപ്പൊ ആൻസർ ആയിട്ട് വരുന്ന എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പം എയറിലൂടെയുള്ള ലൈറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, 1 എന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, ഗ്ലാസിന്റെ കണ്ടെത്താനാണ്. ഗ്ലാസിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് വരെ തന്നിട്ടുണ്ട്, എന്താണ് 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നല്ലേ. അപ്പം അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താൻ എന്താ വേണ്ടത്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്നാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം കൊടുക്കാം, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, അപ്പോ ആദ്യമായിട്ട് 10⁸ 10⁸ നമ്മൾ വെട്ടിപ്പോകും. ശേഷം എന്താ ഉണ്ടാവുക, 3/2 എന്നായിരിക്കും വരിക. 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1.5 എന്നല്ലേ ആൻസർ വരിക. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയായിരിക്കും, ഗ്ലാസിലൂടെയുള്ള ലൈറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.5 ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം ഏതാണ്, വാട്ടർ ആണ് തന്നിട്ടുള്ളത്. വാട്ടറിലുള്ള ലൈറ്റിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താൻ എന്താ വേണ്ടത്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം.
സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്, ഡിവൈഡഡ് ബൈ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് വാട്ടറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ്. അപ്പം 10⁸ 10⁸ വെട്ടിപ്പോകും. അപ്പം പിന്നെന്താ ഉള്ളത് 3 ഡിവൈഡഡ് ബൈ 2.5 എന്നായിരിക്കും അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉണ്ടാവുക. ഇനി അടുത്തതായിട്ട് റിഫ്രാക്റ്റീവ് ഒരു 2 ക്വസ്റ്റ്യൻ ഈ കോളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 2 ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒന്നാമതായിട്ട് തന്നിരിക്കുന്നു, if the refractive index of diamond is 2.4 what will be the speed of light passes through it. അതിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് കണ്ടെത്താനുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടെത്താം? 2.4 is equal to, അപ്പൊ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് n is equal to c/v എന്നാണല്ലോ. അപ്പം ആദ്യമായിട്ട് n എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? 2.4 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, അതായത് ഡയമണ്ട് എന്നാണ് കൊടുക്കേണ്ടത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. അപ്പൊ ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? പിന്നെ 2.4ന്റെ ഭാഗത്തേക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയത്തെ കൊണ്ടുപോവുക. അവിടുന്ന് 2.4നെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഉത്തരം ലഭ്യമാവും എന്നുള്ളതാണ്. അപ്പൊ ഇനി അടുത്തൊരു ഉദാഹരണം, അടുത്തൊരു ചോദ്യം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം? എങ്ങനെയാണ് how is the speed of light related to refractive index? How the speed of light is related to refractive index. സ്പീഡ് ഓഫ് ലൈറ്റ് എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോ നമ്മൾ നോക്കുമ്പോൾ വാട്ടറിലൂടെയുള്ള ലൈറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.5നേക്കാളും കുറവാണ്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ സ്പീഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ഏതിലൂടെ? എയറിലൂടെയുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവാണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ഗ്ലാസ്സിലൂടെയുള്ള ലൈറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ഏറ്റവും കൂടുതലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ലൈറ്റിന്റെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നു, ലൈറ്റിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്നു എന്ന റിലേഷനാണ് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ചില ടേംസിനാണ്. അപ്പോ ചിത്രത്തിൽ എന്ത് തന്നിരിക്കുന്നത്? ഒരു ലൈറ്റ് 2 മീഡിയത്തിലൂടെ കടന്നു പോകുന്ന ദൃശ്യം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് കടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എയറിൽ നിന്ന് വാട്ടറിലേക്ക് വരുന്ന ലൈറ്റ് പോകുന്ന പാത ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് അക്ഷരങ്ങൾ വെച്ചിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. AB എന്ന് പറയുന്ന ലൈന് എന്താണ്? എയറിൽ നിന്ന് വാട്ടറിലേക്കുള്ള ലൈറ്റ് കടന്നു പോകുന്ന സ്ഥലമാണ്. പിന്നെ BC എന്ന് പറയുന്നത് വാട്ടറിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ലൈറ്റ് പോകുന്ന റൂട്ടാണ്. പിന്നെ ഒരു മുകളിൽ N എന്ന് കൊടുത്തിട്ടുണ്ട്, Nന്റെ മുകളിൽ ഒരു ഡാഷ് എന്ന ചിഹ്നം കൊടുത്തിട്ട് താഴെയും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം N to N' എന്ന് പറയുന്ന ഒരു രേഖയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന AB എന്ന് പറയുന്ന ലൈൻ എന്താണ്? ലൈറ്റ് വന്ന് പതിക്കുന്ന റേയുടെ ചിത്രമാണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പറയാം ഇൻസിഡന്റ് റേ എന്ന് പറയാം. ഓക്കെ, ഇനി ബിയിൽ നിന്ന് സിയിലേക്കുള്ള ആ റൂട്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അവിടെ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ലൈറ്റ് റിഫ്രാക്ഷന് വിധേയമായി പോകുന്ന ഇതാണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പറയാം റിഫ്രാക്റ്റീവ് റേ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മളൊരു നേരെ ഒരു വര വരച്ചിട്ടുണ്ട് N to N', അതായത് പിന്നെ സർഫസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു 90 ഡിഗ്രിയിൽ ഒരു രേഖ വരച്ചിട്ട് അതിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? നോർമൽ റേ എന്ന് പറയാൻ പറ്റും. നോർമൽ ലൈൻ എന്ന് പറയാൻ വേണ്ടി നോർമൽ ലൈൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ മൂന്ന് വാക്കുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് പിന്നെ ഇൻസിഡന്റ് റേ, രണ്ടാമത്തെ റിഫ്രാക്റ്റീവ് റേ, മറ്റൊന്ന് നോർമൽ ലൈൻ. അങ്ങനെ 3 വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ നോർമൽ ലൈനിന്റെയും അതോടൊപ്പം തന്നെ ഇൻസിഡന്റ് റേയുടെയും ഇടയ്ക്ക് കാണുന്ന ഒരു കോണുണ്ട്. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് ഇനി പറയാം. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളത് ഈ റിഫ്രാക്റ്റീവ് റേയുടെയും അതോടൊപ്പം തന്നെ നോർമൽ ലൈനിന്റെയും ഇടയ്ക്ക് വേറൊരു കോണുള്ളത് താഴ്ഭാഗത്ത് കാണാം. അതിനെക്കുറിച്ച് നമുക്ക് പറയാം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും.
അപ്പൊ 5 വാക്കുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്നാമത്തേത് പറഞ്ഞാൽ ഇൻസിഡന്റ് റേ, രണ്ടാമത്തത് റിഫ്രാക്റ്റീവ് റേ, മൂന്നാമത്തത് നോർമൽ ലൈൻ. ഓക്കെ, രണ്ട് സർഫസുകൾക്കിടയിൽ 90 ഡിഗ്രിയിൽ വരച്ച രേഖയാണ് എന്ത് പറയാ, നോർമൽ ലൈൻ എന്ന് പറയാം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്, ഇൻസിഡന്റ് ആംഗിൾ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് പിന്നെ ഇൻസിഡന്റ് റേയുടെയും നോർമൽ ലൈനിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്, അഞ്ചാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ അങ്ങനെ ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് കടന്നു പോകുന്ന അടുത്ത ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിയാൽ അതിന്റെ ഉദാഹരണമായിട്ടുള്ളത് നമുക്ക് നാലാമത്തെ ദൃശ്യമാണ്. അതായത് ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് പോകുന്ന ഭാഗം അല്ലെ. അപ്പൊ ഗ്ലാസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്, എയറിലേക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. അപ്പൊ ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് പോകുന്ന ആ ലൈറ്റിന്റെ പാത നമ്മൾ നോക്കുക. യഥാർത്ഥത്തിൽ അത് പോകേണ്ടിയിരുന്ന റൂട്ട് നമ്മൾ ആദ്യം ഒന്ന് വരച്ചു നോക്കുക. ഇനി ഇപ്പോ അത് എങ്ങോട്ടാണ് പോയിട്ടുള്ളത്, പിന്നെ നോർമൽ ലൈനിന്റെ ഭാഗത്തേക്കാണോ പോയിട്ടുള്ളത് അതോ നോർമൽ ലൈനിൽ നിന്ന് അകന്നാണോ പോയിട്ടുള്ളത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ ആ ലൈറ്റ് പോയിരിക്കുന്നത്, അതിന്റെ റിഫ്രാക്റ്റീവ് റേ എന്ന് പറയുന്നത് പോയിരിക്കുന്നത് ഏത് ഭാഗത്തേക്കാണ്, നോർമൽ ലൈനിൽ നിന്ന് അകന്നാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ നോർമൽ ലൈനിൽ നിന്ന് അകന്നാണ് പോയിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പറയാം എവേ ഫ്രം നോർമൽ ലൈൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. എവേ ഫ്രം നോർമൽ ലൈൻ, നോർമൽ ലൈനിൽ നിന്ന് അകന്നാണ് ലൈറ്റ് പോയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ലൈറ്റ് എങ്ങോട്ടാണ് പോവുക, എവേ ഫ്രം നോർമൽ ലൈൻ ആയിരിക്കും പോവുക. എന്നാൽ അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേതിൽ ഉണ്ടാവുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടിയ മീഡിയത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്തായിരിക്കും, ടുവേർഡ്സ് നോർമൽ ലൈൻ, നോർമൽ ലൈനിന്റെ ഭാഗത്തേക്കായിരിക്കും ലൈറ്റ് കടന്നു പോവുക. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മളെ മൂന്നാമത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. Choose the figures in which the refracted ray deviate towards the normal ray. നോർമൽ റേയുടെ ഭാഗത്തേക്ക്, നോർമൽ ലൈനിന്റെ ഭാഗത്തേക്ക് പിന്നെ റിഫ്രാക്റ്റഡ് റേ പോകുന്ന ചിത്രങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ആറാമത്തെ ചിത്രം ഒന്ന് പരിശോധിച്ച് നോക്ക്. ആറാമത്തെ ചിത്രത്തിൽ എന്താണ്, എയറിൽ നിന്ന് ഗ്ലാസിലേക്കാണ് പോയത് അല്ലെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമായ എയറിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയമായ ഗ്ലാസിലേക്കാണ് ലൈറ്റ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എയറിൽ നിന്ന് ആ ലൈറ്റ് യഥാർത്ഥത്തിൽ പോവേണ്ടിയിരുന്ന റൂട്ട് നമ്മൾ ഏകദേശം ഒന്ന് വരച്ചു നോക്കുക. എന്നിട്ട് ഇപ്പോൾ ആ ലൈറ്റ് പോയ ആ റൂട്ട് നമ്മളൊന്ന് കണ്ടെത്തുക. അത് നോർമൽ ലൈനിന്റെ ഭാഗത്തേക്കാണോ പോയത് അതോ നോർമൽ ലൈനിൽ അകന്നാണോ പോയത് നോക്കുക. നമുക്ക് മനസ്സിലാകും അതെന്താണ്, നോർമൽ ലൈനിന്റെ ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലായത് എന്താണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടിയ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ ലൈറ്റ് പോകുന്ന ലൈറ്റിന്റെ റിഫ്രാക്റ്റീവ് റേ എങ്ങോട്ടായിരിക്കും പോവുക, ടുവേർഡ്സ് ദി നോർമൽ റേ, നോർമൽ ലൈൻ, നോർമൽ ലൈനിന്റെ ഭാഗത്തേക്കായിരിക്കും എന്ത് ചെയ്യുക, ലൈറ്റ് കടന്നു പോവുക. എന്നാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ എവേ ഫ്രം നോർമൽ ലൈൻ ആയിട്ടായിരിക്കും ലൈറ്റ് കടന്നു പോവുക. അതായത് നോർമൽ ലൈനിൽ നിന്ന് അകന്നായിരിക്കും ലൈറ്റ് കടന്നു പോവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്